പക്ഷേ വൺസ് ഈ വാഹനം ഓഫായി പോയാൽ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ കീ ഫോബ് ഇവിടെ വയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ വെച്ചു. ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ വാഹനം ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്നേരം കീ ലൈറ്റിൻ്റെ ഇമ്മൊബിലൈസർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചു, തൽക്കാലം ഇവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ വാഹനം ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെ കീ ഫോബ്, അതായത് പുഷ് സ്റ്റാർട്ട് വരുന്ന വാഹനത്തിന് യൂസ് ചെയ്യുന്ന ഒരു കീ ഫോബാണ് ഞാൻ ഈ കാണിക്കുന്നത്. പുഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന വാഹനമാണ്. അതായത് പുഷ് സ്റ്റാർട്ടുള്ള വാഹനത്തിൻ്റെ ഈ ഒരു കീ ഫോബ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കീ ഫോബ് വാഹനത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കീ ഫോബ് ഇപ്പോൾ ഡിക്കിയിലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഡിക്കി പോർഷനിലാണ് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഒന്നിങ്ങനെ മാറ്റുകയാണ്. ഓക്കെ, ഞാൻ ഈ കീ ഫോബ് ഇവിടെ വയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ വെച്ചു. ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ട്, നമുക്ക് നോക്കിയേക്കാം. ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്തു. അപ്പം പ്രസ് ദ സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്തു. പ്ലീസ് പ്ലേസ് യുവർ കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വാഹനത്തിൻ്റെ പുറകെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവത്തില്ല. ഏകദേശം ഫ്രണ്ടിലത്തെ പരിസരത്ത് തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. യെസ്, അപ്പോൾ നമുക്ക് തൽക്കാലം ഇനിയിപ്പം ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, അതായത് ബാക്കിലത്തെ സീറ്റിലിരിപ്പുണ്ട്. ഈ സീറ്റിൻ്റെ അവിടെയുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ക്ലച്ച് ഒന്ന് അപ്ലൈ ചെയ്തു. ഇനി പുഷ് ദ സ്റ്റാർട്ട് സ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്തു. യെസ്, അപ്പോൾ നമുക്കൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. വാഹനത്തിൻ്റെ കീ തൊട്ട് പുറയിൽ ഇരിപ്പുണ്ടെന്നുള്ളത്. അതായത് ഈ സീറ്റിൻ്റെ അവിടം വരെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്നാൽ ഡിക്കിയുടെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റും കൂടെ ഞാൻ മെയിനായിട്ട് ഇന്ന് പറയാൻ വന്നിരിക്കുന്ന വേറൊരു പോയിന്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വാഹനം സ്റ്റാർട്ട് ആകാൻ വേണ്ട ആ കീ ഫോബിൻ്റെ അടുത്ത് വേണം. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കീ ഫോബുമായിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, വാഹനം ഓടിക്കാൻ പറ്റുമോ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഈ കീ ഫോബ് ഒന്ന് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ കീ ഫോബ് എടുത്തു. ഞാൻ കുറച്ചൊന്ന് മാറ്റിക്കൊണ്ട് വയ്ക്കുകയാണ്. അതായത് ഞാൻ ഈ കീ ഫോബ് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കാം. അതായത് ഓക്കെ, ഞാൻ ഇവിടെ വെച്ചു, തൽക്കാലം ഇവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാം. ഓക്കെ, ഞാനിപ്പോൾ വാഹനത്തിലോട്ട് വന്നു. വാഹനം കീ ഇല്ല എന്നുള്ളൊരു കാര്യം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വാഹനം ഓടിച്ചു നോക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം. സീറ്റ് ബെൽറ്റ് അനിവാര്യമാണ്. ഞാൻ അധികം ദൂരമൊന്നും പോകുന്നില്ല, മെയിൻ റോഡിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ അവിടെ മാത്രം ഒന്ന് കയറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡ്. ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനം ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഞാനിപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഇങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കീ ഫോബ് എവിടെയെങ്കിലും മറന്നു വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുടെ കയ്യിലാണ് താക്കോലിരിക്കുന്നതെങ്കിൽ പണി പാളും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എത്രയും പെട്ടെന്ന് വാഹനം ഓഫ് ചെയ്യാതെ ആ വ്യക്തിയെ ഫോൺ ചെയ്ത് ആ വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ വാഹനം ഓഫ് ആവുമെന്നുള്ളൊരു കാര്യം പേടിക്കേണ്ട. പക്ഷേ വൺസ് ഈ വാഹനം ഓഫായി പോയാൽ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ വീട്ടിലോട്ട് വന്നു. യെസ്, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ വാഹനം ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്നേരം കീ ലൈറ്റിൻ്റെ ഇമ്മൊബിലൈസർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. മേളിലൊരു കോഷൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡും കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കീ ഒന്ന് ഓഫ് ചെയ്യാണ്. വാഹനം ഓഫാക്കി. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്ലച്ച് ഒന്ന് അപ്ലൈ ചെയ്തു. ഇപ്പം പ്രസ് സ്റ്റാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ
പ്ലേസ് കീ ഫോബ് ഓൺ ദ സ്റ്റാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീ ഫോബ് ഡിറ്റക്റ്റ് ആകാതെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് മനസ്സിലാവും നമ്മുടെ കീ ഫോബ് ഡിറ്റക്റ്റ് ആകുന്നില്ല, കീ ഫോബിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കീ സ്വിച്ചിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.